സമസ്ത മുഷാവറ നേരിട്ട് നടത്തുന്ന ഏക സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിലെ പട്ടിക്കാട് ജാമിയ നൂറിയ അറബിയ കോളേജ്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനമാണ് ജനുവരി 3 മുതൽ 7 വരെ നടക്കുന്നത്. ഈ വേദിയിൽ നിന്നാണ് സമസ്തയിലെ യുവജന നേതാക്കളെ വെട്ടിമാറ്റിയത്. ജാമിയ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പ്രഭാഷണം നടത്താറുള്ള നേതാക്കളെയാണ് ഒഴിവാക്കിയത്. ഏക സിവിൽ കോഡ് വിഷയമടക്കം പല ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ചവരാണ് മാറ്റി നിർത്തപ്പെട്ടവർ. വെട്ടിനിരത്തലിന് പിന്നിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. സമസ്തയുടെ സ്ഥാപനത്തിലെ പരിപാടിയിൽ നിന്ന് തന്നെ യുവ നേതാക്കളെ വെട്ടിമാറ്റിയതിൽ സംഘടനയ്ക്ക് അകത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്വഭാവ മഹിമയും നേതൃത്വ ഗുണങ്ങളും സ്മരണീയമാണ്. അവരുടെ വിയോഗാനന്തരം സാദിഖ് അലി തങ്ങളിൽ നേതൃത്വം എത്തിപ്പെട്ടത് തന്നെ ദുര്യോഗമായിരുന്നു. ജാമിയ നൂരിയ സമസ്തയുടെ സ്ഥാപനമാണ്. അവിടെ സമസ്തക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം മൂടിക്കളയാമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഹിജടകൾക്ക് മറുപടി സമ്മേളന നഗരിയിൽ തന്നെ ഉയരുമെന്നും ലഘുരേഖ ചൂണ്ടിക്കാട്ടുന്നു. ജാമിയ സമ്മേളനത്തിൽ നിന്ന് സ്ഥിരം പ്രഭാഷകരായ സുന്നി യുവജന സംഘം വർക്കിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ തുടങ്ങിയവരെ ഒഴിവാക്കിയതാണ് വിവാദങ്ങൾ വഴിവെച്ചത്. ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ലഘുരേഖകൾ ഇറക്കിയിരിക്കുന്നത്. ലീഗ് നേതാക്കൾ ഇടപെട്ടാണ് സമസ്ത യുവനേതാക്കളെ മാറ്റി നിർത്തിയത് എന്നാണ് ആരോപണം. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച സമസ്ത നേതാക്കളെയാണ് മാറ്റി നിർത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സമസ്ത മുഷാവറ നേരിട്ട് നടത്തുന്ന ഏക സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിലെ പട്ടിക്കാട് ജാമിയ നൂറിയ അറബിയ കോളേജ്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനമാണ് ജനുവരി 3 മുതൽ 7 വരെ നടക്കുന്നത്. ഈ വേദിയിൽ നിന്നാണ് സമസ്തയിലെ യുവജന നേതാക്കളെ വെട്ടിമാറ്റിയത്. ജാമിയ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പ്രഭാഷണം നടത്താറുള്ള നേതാക്കളെയാണ് ഒഴിവാക്കിയത്. ഏക സിവിൽ കോഡ് വിഷയമടക്കം പല ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ചവരാണ് മാറ്റി നിർത്തപ്പെട്ടവർ. വെട്ടിനിരത്തലിന് പിന്നിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. സമസ്തയുടെ സ്ഥാപനത്തിലെ പരിപാടിയിൽ നിന്ന് തന്നെ യുവ നേതാക്കളെ വെട്ടിമാറ്റിയതിൽ സംഘടനയ്ക്ക് അകത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.